ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ഹഫിലെ ചിഹ്നങ്ങൾ ഭാഗം 24. തെൻവീനുകൾക്കു ശേഷം ബ വരുമ്പോൾ ഇതിലെ നൂനിനെ മീം ആക്കി മാറ്റുന്ന ഇഖ്ലാബിന്റെ അവസരത്തിൽ ഈ രൂപത്തിൽ ഒരു സ്വരചിഹ്നവും താഴോട്ടുവാലുള്ള ഒരു മീമും ചേർത്താണ് എഴുതുന്നത്. ഉദാഹരണം: ضلالا بعيدا آيات بينات سميع بصير. താഉൽ മർബൂത്ത അഥവാ ഹാ താഉം വാവ് യ എന്നിവയോടൊപ്പമല്ലാതെ തനിച്ചു വരുന്ന ഹംസും ഒഴികെയുള്ള മറ്റെല്ലാ അക്ഷരത്തിലും ഫത്ഹിന്റെ തൻവീനിനു ശേഷം അലിഫ് വന്നിട്ടുണ്ട്. മേൽ പറഞ്ഞ ത ഒഴികെയുള്ള എല്ലാ അക്ഷരത്തിന്റെയും ഫത്ഹ് തൻവീനുകളിൽ വഖഫിൽ നൂനിനു പകരം അലിഫ് ആക്കി അടിസ്ഥാന മദ്ദോടുകൂടിയാണ് ഓതേണ്ടത്. ഉദാഹരണം: വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തനിച്ചു വരുന്ന ഹംസുകൾക്കു ശേഷം അലിഫില്ലെങ്കിലും തൻവീനിലെ നൂനിനെ അലിഫാക്കി മാറ്റി മദ്ദു ചെയ്തു തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ഉദാഹരണം: വസ്സമാഅ ബിനാഅ മിനസ്സമാഇ മാഅ. കെസ്റിന്റെയും ദമ്മിന്റെയും തെൻവീനിൽ എല്ലാ അക്ഷരത്തിനും നൂൻ കൂടാതെ അവസാന അക്ഷരത്തിനു സുക്കൂൻ നൽകിയാണ് വഖഫ് ചെയ്യുക. ഉദാഹരണം: സബ്അ സമാവാത് മിമ്മാ. ഹാ താഇനെ എല്ലാ സ്വരത്തിന്റെ തൻവീനിലും സുക്കൂനുള്ള ഹ ആക്കി മാറ്റിയാണ് വഖഫ് ചെയ്യേണ്ടത്. ഉദാഹരണം: വനമാരിഖു മസ്ഫൂഫഹ സുഹുഫൻ മുطهറഹ കിറാമിൻ ബററഹ.